നമസ്കാരം. പാലച്ചൂട് ഫ്ളാറ്റിൽ നിന്ന് രാസലഹരിയുമായി പിടിയിലായ യൂട്യൂബർ കോഴിക്കോട് ചുങ്കം സ്വദേശിനി റിൻസി മുംതാസിന് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധം. റിൻസി മുംതാസ് സുഹൃത്ത് കല്ലായി സ്വദേശി യാസർ അറാഫത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നത് വൻതോതിലുള്ള ലഹരി ഇടപാടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫ്ളാറ്റിൽ നേരിട്ടെത്തുന്ന ആവശ്യക്കാർക്ക് MDMA ഉൾപ്പെടെയുള്ള ലഹരിമരുന്ന് കൈമാറുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. സിനിമാ മേഖലയിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മാഫിയയാണ് കുടുങ്ങുന്നത്. യൂട്യൂബിലൂടെ സിനിമാ പ്രൊമോഷനുകൾ നടത്തിയിരുന്ന റിൻസിക്ക് ചലച്ചിത്ര മേഖലയിലുള്ളവരുമായി അടുപ്പമുണ്ട്. ഇവരിൽ ചിലർക്കും റിൻസി രാസലഹരി കൈമാറിയിരുന്നതായിട്ടാണ് സൂചന. സ്ഥിരമായി ഇടപാട് നടത്തിയിരുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി ഫ്ളാറ്റിലും പരിസരത്തും നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് നാർക്കോട്ടിക് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ K. അബ്ദുൾ സലാമിൻ്റെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടിയത്. ഇവർ 5 കിലോയോളം MDMA കുറച്ചു കാലമായി കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ചാറ്റും കോൾ ലിസ്റ്റും അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2022 മുതൽ തന്നെ ഈ സംഘം നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ തെളിവുകൾ കിട്ടിയിരുന്നില്ല. ഈ അടുത്ത കാലത്തുണ്ടായ ചില കേസുകളിൽ ഇവരും സംശയത്തിലായി. ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഇതാണ് റിൻസിയെയും അറാഫത്തിനെയും കുടുക്കിയത്. ഇവർ ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു. ഫ്ളാറ്റിലെത്തിയ പോലീസിനോട് നിങ്ങൾ MDMA പിടിക്കാൻ വന്നതാണല്ലേ എന്ന ചോദ്യമാണ് അറാഫത്ത് ഉയർത്തിയത്. റിൻസിക്കും സുഹൃത്തിനും MDMA എത്തിച്ചു നൽകുന്ന കോഴിക്കോട് സ്വദേശിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിൻസിയെയും ആൺ സുഹൃത്ത് യാസർ അറാഫത്തിനെയും തൃക്കാക്കര കോടതി റിമാൻഡ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റിൻസി ക്യാമറയ്ക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിക്കുകയും ചെയ്തു. ആടുജീവിതം, കാട്ടാളൻ, മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്കായി റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ണി മുകുന്ദൻ തന്നെ ഇത് നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ റിൻസി മുംതാസിന്റെ ഫ്ളാറ്റിൽ നിന്ന് 22 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തത്. റിൻസിയുടെ സുഹൃത്തായ യാസർ അറാഫത്തിനെ പിന്തുടർന്നാണ് പോലീസ് സംഘം ഫ്ളാറ്റിലെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ MDMA കണ്ടെടുക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ സിനിമാ പ്രൊമോഷൻ സംബന്ധമായ പോസ്റ്റുകളുമായി സജീവമായിരുന്നു റിൻസി മുംതാസ്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ക്രിയേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്യുകയാണെന്നാണ് യുവതി ഇൻസ്റ്റഗ്രാമിൽ അവകാശപ്പെട്ടിരുന്നത്. അതേസമയം യുവതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി ഈ സ്ഥാപനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ പോലീസിന് വിവരം ലഭിച്ചു. പാലച്ചുവടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്ന സംശയവും പോലീസിനുണ്ട്. സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഫ്ളാറ്റിൽ പതിവായി എത്തിയിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 8 മാസമായി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ലഹരി മരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഫ്ളാറ്റിൽ വെച്ചാണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരി മരുന്ന് കൈപ്പറ്റിയിരുന്നതായും പിടിയിലായവർ മൊഴി നൽകി. സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് റിൻസിയെയും ആൺ സുഹൃത്ത് യാസർ അറാഫത്തിനെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. 3 മാസമായി ഇവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. സിനിമാ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ റിൻസിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. അന്വേഷണം ഇവരിലേക്ക് നീളും. സിനിമയുടെ പ്രൊമോഷൻ ജോലികളിലൂടെ ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. യാസർ അറാഫത്തിനും ഇടപാടുകളിൽ സജീവ പങ്കുണ്ടെന്നാണ് വിവരം. സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട യൂട്യൂബുകൾക്ക് പുറമെ ക്രിയേറ്റീവ്, മാർക്കറ്റിംഗ് ഹെഡ്, ഡിജിറ്റൽ PRO എന്നീ നിലകളിലും റിൻസി മുംതാസ് പ്രവർത്തിക്കുന്നുണ്ട്. 10 മാസം മുമ്പാണ് റിൻസിയുടെ പേരിൽ കാക്കനാട് പാലച്ചുവട്ടിലെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഇരുവരും താമസം തുടങ്ങിയതെന്ന് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് ACP K. അബ്ദുൾ സലാം പറഞ്ഞു. താനും ഭർത്താവും കുട്ടിയും താമസത്തിനുണ്ടാകുമെന്ന് പറഞ്ഞാണ് ഫ്ളാറ്റ് വാടകയ്ക്ക് വാങ്ങിയത്. ഫ്ളാറ്റിലെ സന്ദർശകരുടെ ബാഹുല്യത്തെ തുടർന്ന് മയക്കുമരുന്ന് ഇടപാടാണെന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ബുധനാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ സിപ്ലോ കവറുകളിൽ നിറച്ച നിലയിൽ വിതരണത്തിന് സൂക്ഷിച്ച 20.55 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു.